ഫൈലം മൊളസ്കയുടെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ സെഷനാണിത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ടൈപ്പ്, ഷേപ്പ് ഓഫ് ദി ഷെൽ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, the phylum Mollusca is classified into 7 different classes: Aplacophora, Monoplacophora, Polyplacophora, Pelecypoda, Gastropoda, Scaphopoda, then Cephalopoda. ക്ലാസിഫിക്കേഷൻ പാർട്ട് 1-ൽ എപ്ലാക്കോഫോറയെക്കുറിച്ചും മോണോപ്ലാക്കോഫോറ, പോളിപ്ലാക്കോഫോറ, പെലിസിപ്പോഡ ഇവയെല്ലാം കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ സഹിതം ഡിസ്കസ് ചെയ്തു. ഈ സെഷനിൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5, 6 ആൻഡ് 7, ദാറ്റ് ഈസ് ഗ്യാസ്ട്രോപോഡ, സ്കാഫോപോഡ, ദെൻ സിഫലോപോഡ എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ക്ലാസ് ഗ്യാസ്ട്രോപോഡ. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് വരുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്, വളരെ കോമൺ ആയിട്ട് കാണുന്ന ഓർഗാനിസംസ് ആണ്. പിന്നെ അക്വാട്ടിക് ആയിട്ടുള്ള സാങ്കസ് എന്ന് പറയുന്ന ഓർഗാനിസവും. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു മൊളസ്കയുടെ ക്ലാസ് ആണ് ഗ്യാസ്ട്രോപോഡ. ഇതിനകത്ത് മറൈൻ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഇൻഡിവിജ്വൽസ് ഉണ്ട്, ദെൻ ടെറസ്ട്രിയൽ ഫോംസ് ഉണ്ട്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ഫോളോ ചെയ്യുന്ന ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ആകുന്ന ഒരു ക്ലാസ് ആണ് ഗ്യാസ്ട്രോപോഡ. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിനകത്ത് വരുന്നത് സ്ലഗ്സ്, സ്നെയിൽസ്, സാങ്കസ്. അതായത് സ്ലഗ്സും സ്നെയിൽസും തമ്മിലുള്ള വ്യത്യാസം, സ്നെയിൽസിന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഷെല്ല് കാണും, സ്ലഗ്സിന് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഷെല്ലിനെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒച്ച് എന്ന് പറയുന്ന വെറൈറ്റി തന്നെയാണ്. അതിനകത്ത് ഷെല്ലുള്ള വെറൈറ്റിയെ കോമൺ സ്നെയിൽ എന്ന് പറയും. ഇനി ഷെല്ലില്ലാത്ത വെറൈറ്റി, എക്സ്റ്റേണൽ ഷെല്ലില്ലാത്ത വെറൈറ്റിയെ സ്ലഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നെയിലിൻ്റെ റെഫറൻസ് എടുത്ത് നമുക്ക് പറയാം. അവയുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡിയാണ്, എൻക്ലോസ്ഡ് ഇൻ എ ഷെൽ. അപ്പോൾ ഷെല്ല് സാധാരണ രീതിയിൽ സ്പൈറൽ ആയിരിക്കും, അല്ലെങ്കിൽ കോണിക്കൽ ആയിരിക്കും. ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരിക്കും. ഷെൽ മേ ബി spiral, conical or sometimes completely absent. ഈ ഷെല്ലിൻ്റെ ഓപ്പണിങ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാൽക്കേരിയസ് പീസ് കൊണ്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇത് ഓപ്പൺ ആകും. അങ്ങനെയുള്ള ആ ഷെല്ലിൻ്റെ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓപ്പർക്കുലം. The opening of the shell is guarded by a calcareous plate which is known as ഓപ്പർക്കുലം. റാഡുല പ്രസൻ്റ് ആണ്. അപ്പോൾ വായ്ക്കുള്ളിലേക്ക് എത്തുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ചെറിയ പീസായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ റാഡുലയുടെ ആക്ഷൻ വഴിയാണ്. റാഡുല ഈസ് ദ റാസ്പിംഗ് ഓർഗൻ പ്രസൻറ്റ് ഇൻ ദ ബക്കൽ ക്യാവിറ്റി ഓഫ് മൊളസ്കൻസ്. ഇതിൻ്റെ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ് കാണുന്നത്. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന സർക്കുലേറ്ററി ഫ്ലൂയിഡ് ബോഡി ക്യാവിറ്റിയിലേക്ക് ഡയറക്റ്റായിട്ടാണ് പോകുന്നത്. ബ്ലഡ് വെസൽസ് വളരെ ലിമിറ്റഡ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് വിത്ത് വെലിഗർ ലാർവ. ലാർവൽ ഫോമിന് പറയുന്ന പേരാണ് വെലിഗർ. ഇവ കാണിക്കുന്ന ഏറ്റവും വലിയൊരു പെക്യുലിയാരിറ്റിയാണ് ടോർഷൻ, ട്വിസ്റ്റിംഗ് ഓഫ് ദ ബോഡി ഇൻസൈഡ് ദ ഷെൽ. ഇപ്പോൾ സ്നെയിൽ പോലെയുള്ള ഓർഗാനിസം അല്ലെങ്കിൽ സാങ്കസ് പോലെയുള്ള ഓർഗാനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷെൽ എന്ന് പറയുന്നത് സ്പൈറലി ട്വിസ്റ്റഡ് ആയിരിക്കും. ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് ഷെല്ല്. അപ്പോൾ അതിനകത്ത് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓർഗാനിസവും എന്ത് ചെയ്യണം? അതിൻ്റെ ബോഡിയെ ട്വിസ്റ്റ് ചെയ്യണം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ പെക്യുലിയാരിറ്റിക്ക് പറയുന്ന പേരാണ് ടോർഷൻ, twisting of the body inside the shell. The shell is already twisted, so the organism should make a twisting of the body in order to accommodate within the shell. That condition is known as, or that peculiarity is known as torsion. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്നെയിലിനെ കാണാൻ സാധിക്കും. ആ സ്നെയിലിൻ്റെ ഷെല്ലിനകത്ത് അതിൻ്റെ ബോഡിയെ അത് ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്
നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ടോർഷൻ എങ്ങനെയാണ് സ്നെയിലിൻ്റെ ഷെല്ലിനകത്ത് കാണുന്നത് എന്നുള്ളതാണ് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. എക്സാമ്പിളാണ് സാങ്കസ്. സാങ്കസ് ഇന്ത്യൻ മിത്തോളജിയിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു ഓർഗാനിസമാണ്. അതിൻ്റെ ഷെല്ലാണ് നമ്മൾ മിത്തോളജിയിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സേക്രഡ് ശംഖ് എന്നാണ് അറിയപ്പെടുന്നത്. ശംഖ്. ഇപ്പോൾ സോഫ്റ്റ് ബോഡിഡ് ഓർഗാനിസമാണ് ഇൻ എ കോയിൽഡ് ഷെൽ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ഷെല്ല് മാത്രമാണ്. ഇങ്ങനെയുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഷെല്ലിനകത്ത് സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുട്ടും അതുപോലെ തന്നെ ഹെഡുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഷെല്ലിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽക്കേരിയസ് പ്ലേറ്റ് ഉണ്ട്. കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഓപ്പർക്കുലം. എ കാൽക്കേരിയസ് പ്ലേറ്റ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഷെൽ. ഇപ്പോൾ ഷെല്ലിൻ്റെ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്, കോയിലിംഗ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആകാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആകാം. ഷെൽ മേ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് കോയിൽഡ്. ഇനി അടുത്ത ക്ലാസ്സാണ് ക്ലാസ് സ്കാഫോപോഡ. ഡെൻറ്റാലിയം അല്ലെങ്കിൽ ടസ്ക് ഷെൽസ് എന്ന് പറയുന്ന വളരെ ചെറിയ ഓർഗാനിസംസ് ആണ് ഇവിടെ വരുന്നത്. ഇതിനെ ടസ്ക് ഷെല്ല് എന്ന് വിളിക്കാനുള്ള കാരണം ആനയുടെ കൊമ്പിന് തുല്യമായിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിൻ്റെ ഓവറോൾ ബോഡിക്ക് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ ഷെല്ലിന് ഉള്ളത്. അപ്പോൾ ആനയുടെ കൊമ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അത്രയും വലുപ്പമുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വളരെ ചെറിയ ഒരു ഓർഗാനിസമാണ് ടസ്ക് ഷെൽസ് എന്ന് പറയുന്ന ഓർഗാനിസംസ്. അപ്പോൾ ടസ്ക് ഷെൽസ് ആണ് സ്കാഫോപോഡ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഷെല്ല് ട്യൂബുലാർ ആണ്, സ്ലൈറ്റ്ലി കർവ്ഡ് ആണ്, രണ്ട് സൈഡും അതിൻ്റെ ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങനെ ട്യൂബുലാർ സ്ലൈറ്റ്ലി കർവ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഓർഗാനിസത്തിനെ ടസ്ക് ഷെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടസ്കേഴ്സിൻ്റെ ടസ്കുമായിട്ട് ഇതിന് ഒരു ഷേപ്പ് സിമിലാരിറ്റി ഉണ്ട്. മാൻഡിൽ ഓർഗാനിസത്തിൻ്റെ ഷെല്ല് ട്യൂബുലാർ ആയതുകൊണ്ട് മാൻഡിലും ട്യൂബുലർ ആണ്. ഇറ്റ് കംപ്ലീറ്റ്ലി എൻക്ലോസസ് ദ ബോഡി. ഇപ്പോൾ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് മാൻഡിൽ കവർ ചെയ്യും. ഇതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല. അപ്പോൾ സിഫലൈസേഷൻ പ്രോപ്പർ അല്ല. ഫുട്ട് സിലിണ്ട്രിക്കലാണ്, ബറോയിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സാൻഡിൽ ബറോസൊക്കെ ഫുട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യും. സീ ഷോറിലൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഈ ഓർഗാനിസത്തെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് റെസ്പിറേറ്ററി സ്ട്രക്ചർ ആയിട്ടുള്ള ഗിൽസ് ഇല്ല. റെസ്പിറേഷൻ മെയിനായിട്ട് നടക്കുന്നത് മാൻഡിൽ ക്യാവിറ്റി വഴിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ മാൻഡിൽ ക്യാവിറ്റിയിൽ ഗിൽസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് മൊളസ്കൻസ് ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റെസ്പിറേഷൻ മാൻഡിൽ ക്യാവിറ്റി തന്നെ നടത്തും. ദെൻ മൗത്ത് ഈസ് സറൗണ്ടഡ് വിത്ത് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ക്യാപ്റ്റാക്കുല. ഇപ്പോൾ മൗത്തിനെ ഗാർഡ് ചെയ്ത് കുറേ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഫീഡിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫുഡ് മെറ്റീരിയൽസിനെ മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൗത്തിനെ ഗാർഡ് ചെയ്യുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ക്യാപ്റ്റാക്കുല. റാഡുല പ്രസൻ്റ് ആണ്. അപ്പോൾ മാസ്റ്റിക്കേഷൻ പോസിബിൾ ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽ ഫീമെയിൽ ഓർഗാനിസംസ് ഉണ്ട്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ലാർവൽ സ്റ്റേജിന് പറയുന്ന പേരാണ് വെലിഗർ ലാർവ. എക്സാമ്പിളാണ് ഡെൻറ്റാലിയം. കോമൺ ആയിട്ട് കാണുന്ന ടസ്ക് ഷെല്ലാണ് ഡെൻറ്റാലിയം. ഇപ്പോൾ ഡെൻറ്റാലിയത്തിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷനും നിങ്ങൾക്കിവിടെ ഡയഗ്രാമാറ്റിക്കായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ടസ്ക് ഷെൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏകദേശം 2 to 250 മില്ലിമീറ്റർ ലെങ്ത് മാത്രമേ വരത്തുള്ളൂ. എൻറ്റയർലി മറൈനാണ്. സാൻഡിനകത്ത് ബറീഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സീ ഷോറിലൊക്കെ വളരെ കൂടുതൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 550 സ്പീഷീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബറോയിങ് ആയിട്ടുള്ള ഫുട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഹെഡിൽ ക്ലബ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റൈൽ ഫിലമെൻറ്റ്സ് ഉണ്ട്. ക്യാപ്റ്റാക്കുല എന്നാണ് പറയുന്നത്. മൗത്തിനെ സറൗണ്ട് ചെയ്താണ് ഈ ക്യാപ്റ്റാക്കുല വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദീസ് ഫിലമെൻറ്റ്സ് വിൽ ഹെൽപ്പ് ഡ്യൂറിങ് ഫീഡിങ് പ്രോസസ്സിങ്ങിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ക്യാപ്റ്റാക്കുല.
ഇനി അടുത്ത ക്ലാസ്സാണ് ക്ലാസ് സിഫലോപോഡ. അതായത് സിഫാലിക് റീജിയനിൽ നിന്ന് ഫുഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ടെൻഡക്കിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് അറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിനെ സിഫലോപോഡ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ആണ് ഒക്ടോപ്പസ്, സേപ്പിയ, സ്ക്വിഡ് ഒക്കെ. അപ്പോൾ നീരാളി, കണവ ഒക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഇവയുടെ എല്ലാം പ്രത്യേകത, ഇവയുടെ ബോഡിയിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹെഡ് റീജിയൻ ഉണ്ട് വിത്ത് ലാർജ് ഐസ്. വളരെ വലിയ കണ്ണുകളാണ് ഇവയ്ക്ക് ഉള്ളത്. ബോഡിക്ക് 2 ഡിവിഷൻസ് ആണ് വരുന്നത്, ഹെഡ് ആൻഡ് ട്രങ്ക്. ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഫുഡ് ഈസ് മോഡിഫൈഡ് ടു ഫോം സക്കർ ബിയറിംഗ് ആംസ് ഓർ ടെൻഡിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ ഫുഡ് റീജിയൻ പലതരത്തിലുള്ള ടെൻഡക്കിൾസ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് ലോങ് ത്രെഡ് ലൈക്ക് ആംസ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിൽ സക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സേപ്പിയയിലും കാണാം, കണവയിലും കാണാം, അതുപോലെ തന്നെ ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളിയിലും കാണാൻ സാധിക്കും. അതിൻ്റെ ബോഡി ഹെഡ് റീജിയനിൽ നിന്ന് ഇങ്ങനെ എല്ലാ വശങ്ങളിലേക്കും പോകുന്ന രീതിയിലുള്ള വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആംസ്, സക്കർ ബിയറിംഗ് ആംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷെൽ മേ ബി പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്. ഇഫ് പ്രസൻറ്റ്, എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. അപ്പോൾ ഷെല്ല് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഉണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ആകാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആകാം. ഇവിടെ വരുന്ന ഓർഗാനിസത്തിൽ നമ്മൾ സേപ്പിയ പോലെയുള്ള ഓർഗാനിസത്തെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് ഇൻറ്റേർണൽ ഷെല്ലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ മൊളസ്കയിൽ എക്സ്റ്റേണൽ ഷെല്ലാണ് വരുന്നത്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇൻറ്റേർണൽ ഷെല്ലാണ് വരുന്നത്. റാഡുല എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മാസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ റാസ്പിംഗ്, ഫുഡ് മെറ്റീരിയലിനെ ചെറിയ പീസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് വളരെ എഫക്റ്റീവായിട്ട് ബക്കൽ ക്യാവിറ്റിയിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ നെർവസ് സിസ്റ്റം വളരെയധികം ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് പലപ്പോഴും ബിഹേവിയറൽ സ്റ്റഡീസ് അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്റ്റഡീസിന് മോഡൽ ഓർഗാനിസംസ് ആയിട്ട് ഒക്ടോപ്പസിനെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽ ഫീമെയിൽ ഓർഗാനിസംസ് സെപ്പറേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇതും മറ്റുള്ള മൊളസ്കൻ വെറൈറ്റീസിൽ നിന്ന് സിഫലോപോഡയെ വ്യത്യസ്തമാക്കുന്ന, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജസ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. എക്സാമ്പിളാണ് സേപ്പിയ, കണവ. സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു മറൈൻ വെറൈറ്റിയാണ് സേപ്പിയ. ഇതിനെ കട്ടിൽ ഫിഷ് എന്നും പറയാറുണ്ട്. ഇതിന് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു സ്കെലിറ്റൻ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഷെല്ലാണ് ഉള്ളത്. ആ ഷെല്ലിന് പറയുന്ന പേരാണ് കട്ടിൽ ബോൺ. അതുകൊണ്ടാണ് ഈ ഓർഗാനിസത്തെ കട്ടിൽ ഫിഷ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫിഷ് അല്ല, ഇതൊരു നോൺ കോഡേറ്റ് മൊളസ്കൻ വെറൈറ്റി ആണ്. ഇത് സാധാരണ രീതിയിൽ കാണുന്നത് തീരത്തോട് അടുത്തുള്ള ഏരിയയിലാണ്, ഫൗണ്ട് ഇൻ ഷാലോ വാട്ടർ. അത്ര ഡെപ്ത് ഇല്ലാത്ത കടലിൻ്റെ തീരത്തോട് അടുത്തുള്ള ഏരിയാസിലാണ് സാധാരണ രീതിയിൽ സേപ്പിയെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ആക്റ്റീവ് സ്വിമ്മറാണ്. അപ്പോൾ അതിൻ്റെ ഫിൻസ് ഉണ്ട്, അതിൻ്റെ ബോഡിയുടെ 2 സൈഡിലും ലാറ്ററൽ പ്രൊഫൈൽ ഫിൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് അത് സ്വിം ചെയ്യും. അതുപോലെ തന്നെ ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസവും ഈ ഓർഗാനിസത്തിനകത്ത് ഉണ്ട്. അതുപയോഗിച്ചിട്ട് വാട്ടർ കറണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇത് മൂവ് ചെയ്യും. അപ്പോൾ ഇതിന് ഇൻറ്റേർണൽ ഷെല്ലാന്ന് പറഞ്ഞു. ദാറ്റ് ഇൻറ്റേർണൽ ഷെൽ ഈസ് നോൺ ആസ് കട്ടിൽ ബോൺ. ഹെഡ് ബിയേഴ്സ് ലാർജ് ഐസ്. വളരെ വലിപ്പം കൂടിയ ഐസ് നമ്മൾ സിഫാലിക് റീജിയനിൽ ഈ ഓർഗാനിസത്തിൽ കാണാൻ സാധിക്കും. ഹെഡിനെ സറൗണ്ട് ചെയ്ത് 5 pairs ഓഫ് ആംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തെ ഒരു പെയർ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിരിക്കും. അതിൻ്റെ ടിപ്സിൽ സക്കേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് മൗത്ത് റീജിയൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ ചുറ്റി 5 pairs ഓഫ് ആംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ടെൻഡക്കിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പെയർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവയിൽ നിന്ന് വളരെ നീളം കൂടുതലായിരിക്കും. അതിൻ്റെ അറ്റത്ത് സക്കേഴ്സ് കാണും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ലോങ് 1 പെയർ. ബാക്കിയുള്ള റിമൈനിങ് 9 pairs ഒരേ സൈസിലായിട്ട് എക്സിസ്റ്റ് ചെയ്യും.
ട്രങ്ക് റീജിയൻ, ഇപ്പോൾ ഇതാണ് ഹെഡ് റീജിയൻ, ദിസ് ഈസ് ദ ട്രങ്ക് പോർഷൻ. ട്രങ്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് ഷീൽഡ് ഷേപ്ഡ്. ഇപ്പോൾ പോരാളികളൊക്കെ ഉപയോഗിക്കുന്ന, ഫൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഷീൽഡ് പോലെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. മാൻഡിൽ ക്യാവിറ്റിക്ക് വളരെ വലിപ്പം കൂടുതലാണ്. ദ മാൻഡിൽ ക്യാവിറ്റി ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ബൈ എ മസ്കുലാർ ഫണൽ. ഇപ്പോൾ മാൻഡിൽ ക്യാവിറ്റി പുറത്തേക്ക് തുറക്കുന്നത് ഒരു ഫണൽ ലൈക്ക് അപ്പാരറ്റസ് വഴിയാണ്, ഒരു സ്ട്രക്ചർ വഴിയാണ്. അപ്പോൾ ഈ ഫണലിൻ്റെ കോൺട്രാക്ഷൻ വഴി വാട്ടർ അകത്തേക്ക് എടുത്ത് വാട്ടറിനെ പെട്ടെന്ന് തന്നെ വളരെ വലിയൊരു ഫോഴ്സിൽ പുറത്തേക്ക് പ്രൊപ്പൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇജക്റ്റ് ഔട്ട് ചെയ്യാൻ ഈ ഓർഗാനിസത്തിന് പറ്റും. ഈ പ്രതിഭാസത്തെയാണ് വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ കൊണ്ട് ഈ ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ എഫക്റ്റീവ് ആകും. വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ബൈ ദ ഫണൽ കോൺട്രാക്ഷൻ. അപ്പോൾ മാൻഡിൽ ക്യാവിറ്റി ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു മസ്കുലാർ ഫണൽ ലൈക്ക് ഓപ്പണിംഗ് വഴിയാണ്. അപ്പോൾ ആ ഫണലിൻ്റെ കോൺട്രാക്ഷൻ വഴി വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ ഈ ഓർഗാനിസത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുവഴി വളരെ ഫാസ്റ്റായിട്ട് ഇതിന് ഏതെങ്കിലും ത്രെട്ടുള്ള കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് പ്രസൻസ് ഓഫ് ഇങ്ക് സാക്ക്. എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഓപ്പൺസ് ഇൻ ടു ദ റെക്ടം നിയർ ദ ഏനസ്. ഇപ്പോൾ ഏനസിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പോർഷനാണ് റെക്ടം. ആ റെക്ടത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഇങ്ക് സാക്ക് എന്ന് പറയുന്നത്. ഈ ഇങ്ക് സാക്കിനകത്ത് ഒരു പൗച്ച് പോലുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ബാഗ് പോലുള്ള സ്ട്രക്ചറാണ്. അതിനകത്തൊരു ബ്ലാക്ക് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. വെൻ ത്രെട്ടൻഡ് ദ ഓർഗാനിസം റിലീസസ് ദ ക്ലൗഡ് ഓഫ് ഇങ്ക്. അപ്പോൾ ത്രെട്ടൻഡ് ആകുമ്പോഴേക്കിന് ഈ ഏനസ് വഴി ഇത് ഈ ഇങ്കിനെ പുറത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് വളരെ കൂടുതൽ ക്വാണ്ടിറ്റി റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഇങ്ക് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അവിടെ വിസിബിലിറ്റിക്ക്, ഇതിൻ്റെ പ്രെഡേറ്റർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രെഡേറ്ററിൻ്റെ വിസിബിലിറ്റി അഫക്റ്റഡ് ആവും. ആ സമയം കൊണ്ട് ഈ ഓർഗാനിസത്തിന് ആ സ്കെയറി സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. ഇനി ഇവിടെ നിങ്ങൾ കാണുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ഇൻറ്റേർണൽ ഷെല്ലാണ്, കട്ടിൽ ബോൺ എന്ന് പറയുന്ന ഇൻറ്റേർണൽ ഷെൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് സേപ്പിയ എന്ന് പറയുന്ന ഓർഗാനിസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മൊളസ്കയുടെ ക്ലാസിഫിക്കേഷൻ 2 പാർട്ടായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു.